അൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞു. അവർ മാത്രം 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 എന്ന് പറഞ്ഞ പോലെയാണ് അതിന്റെ അർത്ഥം. അവർ മാത്രമാണ് വിജയികൾ. അല്ലാത്തവർക്ക് ഈമാൻ സലാമത്തായിട്ട് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകാമെന്ന് വിചാരിക്കണ്ട. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഫലാഹ് വേണോ ആ തഅലീം ഇവിടെ നിലനിൽക്കണം. ഫലാഹ് വേണോ ഈ ബഹുമാനവും ആദരവും ഇവിടെ നിലനിൽക്കണം. ഇത് ഇല്ലാത്തതിന്റെ എല്ലാറ്റിന്റെയും പേരാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അവർക്ക് പിന്നെ അതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് ബിദ്അത്തിനെ സംബന്ധിച്ച് മുണ്ടണ്ട. ഇപ്പൊ ഇവിടെ മോഡിയൊക്കെ ഉള്ള കാലല്ലേ എന്ന് പറഞ്ഞാൽ മോഡി വന്ന ഏരിയ നമ്മൾ കൊല്ലുള്ളൂ, അതിന്റെ അപ്പുറമൊന്നും ചെയ്യാൻ പോണില്ല. ഈമാൻ നശിപ്പിക്കുന്ന അഴുക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ആഖിറമാണ് നഷ്ടപ്പെടുന്നത്. എന്തൊക്കെ വട്ടമിട്ടാലും ബിദ്അത്തിനെ സംബന്ധിച്ച് തഹ്ദീർ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു ശപിച്ചിരിക്കുന്നു മൻ ആവാ മുഹദിസ, ഒരു മുബ്തദിഇന് അഭയം നൽകുന്നവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. മുഹദിസിനെ അല്ല, മുബ്തദിഇന് ശപിച്ചു എന്നല്ല ഖുർആൻ ഹദീസിന്റെ പ്രയോഗം. മൻ ആവാ, അഭയം നൽകി, അവന് കുടപിടിച്ചു കൊടുത്തു, അവന് സംരക്ഷണം നൽകി. മുഹദിസൻ, ഒരു മുഹദിസിന്, ഒരു മുബ്തദിഇന്, പുതിയത് കൊണ്ടുവന്ന ഒരാൾക്ക് അഭയം നൽകുന്നവനെ പോലും അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന്. അവനാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനു വേണ്ടി രൂപീകൃതമായതാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. വല്ലാഹി റബ്ബ് സാക്ഷിയാണ് അതിന്.